മൂത്രത്തിൻ്റെ പോഷക ഗുണം പുരാതന ഇന്ത്യയിലും ചൈനയിലും റോമിലുമൊക്കെ മാത്രമല്ല, ആധുനിക അമേരിക്കയിലും അംഗീകരിക്കപ്പെടുന്നു. അമേരിക്കൻ സംസ്ഥാനമായ വെൽമോണ്ടിൽ കർഷകർ മൂത്രം വളമായി ഉപയോഗിക്കുന്ന സമ്പ്രദായം വ്യാപകമായി നിലനിൽക്കുന്നു. കൃഷിക്ക് വളരെ ഫലപ്രദമാണ് മൂത്രവളം എന്നാണ് അവിടുത്തെ കർഷകർ പറയുന്നത്. കഴിഞ്ഞ 12 വർഷമായി വെൽമോണ്ടിലെ കർഷകർ മൂത്രം കൃഷിക്ക് വളമായി ഉപയോഗിച്ചു വരികയാണ്. റിച്ച് എർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഗവൺമെൻറ് ഇതര സംഘടനയുടെ കീഴിൽ മൂത്രത്തിലെ പോഷകം വീണ്ടെടുക്കൽ പരിപാടി അഥവാ യൂറിൻ ന്യൂട്രിയൻ റിക്ലമേഷൻ പ്രോഗ്രാം എന്ന ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. യൂറിൻ റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള കാർഷിക രംഗത്തെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഇത്. കർഷകയായ ബെസ്റ്റി വില്യംസും സമീപത്തെ 250ഓളം കർഷകരും ചേർന്ന് 45,400 ലിറ്റർ മൂത്രം UNRPക്ക് നൽകിയതായി ഈയിടെ അറിയിക്കുകയുണ്ടായി. ടാങ്കുകളിൽ ശേഖരിക്കുന്ന മൂത്രം ലോറികളിലാക്കി പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ഇത് പാസ്ചറൈസ് ചെയ്താണ് കർഷകർക്ക് നൽകുന്നത്. ഇത് നേരിട്ട് കൃഷിയിടങ്ങളിൽ തളിക്കും. മൂത്രത്തിൽ അടങ്ങിയ നൈട്രജനും ഫോസ്ഫറസുമാണ് വളത്തിൻ്റെ ഗുണം ചെയ്യുന്നത്. ഇതേ ഘടകങ്ങളാണ് സിന്തറ്റിക് വളങ്ങളിലും ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് വളങ്ങൾക്കായി നൈട്രജനും ഫോസ്ഫറസും ഉപയോഗിക്കുന്നത് ചെലവേറിയതാണ് എന്ന് മാത്രമല്ല, അത് കൃഷിക്ക് ഹാനികരമായ വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളുന്നുമുണ്ട്. അതിനാൽ ഈ രാസവളങ്ങൾക്ക് പകരം മൂത്രം ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹൃദപരമാണ് എന്നാണ് ബെറ്റി വില്യംസും മറ്റ് കർഷകരും പറയുന്നത്. മിഷിഗൺ സർവകലാശാലയിലെ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ നാൻസ് ലൗ റിച്ച് എർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ സിന്തറ്റിക് വളത്തിന് പകരം മൂത്രം ഉപയോഗിക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കും എന്നവർ പറയുന്നു. മൂത്രം കൃഷിക്കായി ഉപയോഗിക്കുമ്പോൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യേണ്ടി വരുന്നില്ല. ഇതുവഴി 2012 മുതൽ 10 ദശലക്ഷത്തിലധികം ലിറ്റർ വെള്ളത്തിൻ്റെ ഉപയോഗം കുറക്കാനായെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചെടികൾക്ക് പോഷകങ്ങൾ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഘട്ടത്തിലാണ് മൂത്രം സ്പ്രേ ചെയ്യുക. അമേരിക്കയ്ക്ക് പുറമെ ഫ്രാൻസിലും സ്വീഡനിലും ദക്ഷിണാഫ്രിക്കയിലും നേപ്പാളിലും നൈജീരിയയിലും ഒക്കെ ഇത്തരത്തിൽ മൂത്രം വളമായി പ്രയോഗിക്കുന്ന രീതി തുടങ്ങിയിട്ടുണ്ട്. നന്ദി.